ബാബു ഇപ്പം പണിക്കും പോലെ സ്ഥിരമായിരിക്കും ഇവിടെ തന്നെയാണല്ലോ ഇപ്പോ. പണി കുറവാണ്, കുറെ ദിവസമായി പണിക്ക് വരും, ഒന്നും ശരിയായില്ല. ആർക്കും ഇപ്പം പണിയൊന്നുമില്ല, അപ്പൊ എല്ലാവർക്കും പണി കുറവ് തന്നെയാ. എടീ ഞാൻ പുറത്തു വരെ പോവാട്ടോ, എന്തെങ്കിലും സാധനം വാങ്ങാണ്ടേ വിളിച്ചോ. അത്യാവശ്യം സാധനം മാത്രം വിളിച്ചാൽ മതി, ഇനി എല്ലാ സാധനവും വിളിച്ചു വരണ്ട. എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം, ഗുളികയൊക്കെ തീർന്നുണ്ട്. ഇപ്പൊ എന്നാ പണി ഉണ്ടാവുകയെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കട്ടെ. ബാബു ആ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടോ. ആ ആയിക്കോട്ടെ, ഒരാള് എന്താണ്ടാ പണിയൊന്നുമില്ല, ഇങ്ങനെ ടെന്റ് നടക്കുന്നു? ഇല്ല ചായ കുറെ ആയി പണിക്കൊക്കെ പോയിട്ട്, പണിയൊന്നുമില്ല, പണി കുറവാ. എന്നാലും ഞാൻ അവിടെ പോയി കേട്ടെ, വീട്ടില് അവിടെ ഒന്ന് പണി ഉണ്ടോ നോക്കാം. എന്നാ ഞാൻ വിളിക്കട്ടോ. നിങ്ങൾ എന്തേലും കളിയാണ് കളിച്ച് ജയിക്കുകയൊക്കെ എന്തെങ്കിലും പോയാണ്. ഞങ്ങൾ ജയിക്കലൊക്കെ ഉണ്ട്, കള്ളക്കളി കളിക്കല്. അനക്കെന്നെ മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലാവുക ചെങ്ങ, ഈ ആകെ മാറി ലുക്കായല്ലോ. എന്താ പരിപാടി? ഇപ്പൊ തിരക്കിലാണോ? ഇജ്ജ് കണ്ടില്ലേ, കയ്യിൽ മീനും ഉണ്ട്. ഇതാണ് കണ്ടില്ലേ, ഇത് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ അവിടെ കൊലപാതകം നടക്കും. ഇത് വീട്ടിലെത്തിക്കണം. വാ കേറിപ്പോ. എന്താ വാ കേറ്, സാധനം കൊടുക്കാണ്ട. അന്നപ്പം വരാം, വാ കേറ്. അല്ല എനിക്കെന്താ പരിപാടി? ഞാൻ ഇപ്പൊ ഗൾഫിലാടാ, എന്ത് കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ട് പോകുന്നത്. എവിടെ? ദുബായില്. കല്യാണം കഴിഞ്ഞു? അതിനൊക്കെ ടൈം ആവുന്നല്ലോ ഉള്ളൂ. പെട്ടെന്ന് വരാൻ പോകെ നമുക്കൊന്നും ഉണ്ടോന്നില്ലേ? നമുക്ക് വൈകുന്നേരം കൂടാന്ന്, അതുകൊണ്ട് പോയി കറങ്ങിട്ട് വരാം. എവിടെ ഇനി പോള്? അതൊക്കെ ഉണ്ട്. ഈ കൂടെ ബുദ്ധിമുട്ടാണ് വരുന്നതിന്. ഇല്ല ഇല്ല, അവിടെ ഒന്ന് ഇറങ്ങടാ. ഇതെന്താ ഇവിടെ? ഒരു മിനിറ്റ്, അപ്പം വരാം. പോലെ പോയിക്കോ, ഞാൻ വരാം. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ഞാൻ പോയിക്കോളാം, ഞാൻ ഇതിനോട് പോകാം. ഇറക്കി തരാം. ഓക്കെ 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 ഓക്കെ. എവിടേക്കാണ് പോളി? എങ്ങോട്ടാ പോളിക്ക്? എവിടെയാ പരിപാടി? എന്താ പരിപാടി? ഓന് തിരക്കുണ്ടാവും, എല്ലാവർക്കും കൊടുക്കണ്ടേ? ഓനെ ഓന്റെ വിചാരത്തെ ആർക്കും അറിയില്ല. കുറെ കാലം ഇത് തുടങ്ങിയിട്ട്. ഈ പുതിയ ആളെയും കൂട്ടി വന്നിട്ട് ഇങ്ങോട്ട്. പോയി വരുമ്പോ ഞാൻ വണ്ടിയിൽ കയറിയാണോ എനിക്കറിയില്ല. എനിക്കറിയില്ല, ഹോസ്പിറ്റലിൽ പോയി വരിക. ആണല്ലോ എടാ നിങ്ങൾ ഇനി എന്ത് വേണ്ടി ചെയ്തോളൂ, ഓനെ വിട്ടേക്ക്. പോലീസിനെ വിളിച്ചിപ്പോ, പോലീസിനെ വിളിക്കാൻ നമുക്ക് 4 നാട് കൊടുക്കുക. 2 ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയ പോലെ ഇറങ്ങും പുറത്ത്. 4 നാൾ കൊടുക്കുക, അത് മതി. എന്നിട്ട് തീരുമാനിക്കാം. അതാണല്ലേ പിന്നെ എന്ത് വേണം ചെയ്തോളി. അറിയില്ല.
എന്താ അറിയില്ല എന്നപ്പോ അല്ല ഇങ്ങളാടാ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഇവന്റെ വണ്ടി കയറാൻ അറിയില്ല സാറേ. മിണ്ടാ സാറേ ഞാൻ ഇന്നലെ അറിയില്ല. ഞാൻ ഇവനെ പറഞ്ഞ ലിഫ്റ്റ് അടിച്ച് കയറി അറിയൂല. സത്യമായിട്ട് അറിയില്ല സാറേ. ഞാൻ മരുന്ന് വാങ്ങി വരികയാണ്. ഇവനെ വൈമെന്ന് കണ്ടതാണ്. എനിക്കൊരു എന്നപ്പോ ഓരോന്ന് വലിച്ചു കയറി തന്തനെ തല്ലാൻ കൊല്ല തങ്ങളെ ഗർഭിണിയാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാ അവനെ പിടിക്കട്ടോ. ഒരു കോൾ ചെയ്തോട്ടെ. ഓ വിനോദ എസ് ഐ സാറാണല്ലോ. ആ അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ പുഞ്ചപ്പാടം പാലത്തിൻ്റെ അടുത്ത്. ആ നാർക്കോട്ടിക്കാനാ. ആ ഓക്കെ. ഇവൻ ജാമ്യത്തിലിറങ്ങി. 2 ദിവസം മതി ഇറങ്ങിക്കോ. നാട്ടിലൊക്കെ പറയണേ ഇവനാണ് ആ പാവജാതനെ പെടുത്തിയെന്നാ. കണ്ടാൽ എന്ത് പാവാലേ. ഓന്റെ പെണ്ണും കുട്ടിയൊക്കെ പെട്ടിനടുക്കടുത്ത് പോയിന്നാ പറഞ്ഞിട്ട്. ലവ് മാരേജ് ആണ്ട് പിന്നെ പെട്ടുപോയതാ. ഇവന്റെ ഒക്കെ സ്വഭാവം എന്താന്ന് അറിയില്ലല്ലോ. ഇന്നലെ അവരെ പിടിച്ചപ്പോ ആരോ വീഡിയോ എടുത്തത്. അതാ പെണ്ണ് കണ്ടിരുന്നു. അതാണ് എല്ലാം നാശാക്കി. ഹലോ ഫിജാസ്, ഞാൻ ജാബിറാണ്. എടാ എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ബാബു? ഞാൻ ഇന്നലെ മുതൽ വിളിക്കാൻ തുടങ്ങി, എനിക്ക് എതിരെ കിട്ടിയില്ല. എനിക്ക് തിരക്കില്ലെങ്കിൽ ഒന്ന് കണ്ടു പോയി വെക്കാൻ പറ്റുമോ? ഇപ്പോൾ വീട് എന്നെ ഒന്ന് വിളിക്കുമോ? ആ ഓക്കെ 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 ശരി. ബാബേട്ടാ, ബാബേട്ടാ, ബാബേട്ട് ബാബേട്ടോ, ബാബേട്ടോ, ഇയാൾ ചെരുപ്പൊക്കെ കൊടുണ്ടല്ലോ. ഇയാൾ എടുപ്പ് നാട്ടിലൊക്കെ പറയണേ ഇവനാണ് ആ പാവജാതനെ പെടുത്തിയെന്നാ. ഇന്നലെ നമ്മളെ കുട്ടിയും പെണ്ണും ഇന്നലെ വണ്ടി മുറ്റി പോയിന്നാ കേട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ട് പോലും ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. എന്റെ പൊന്നു പോലെയാണ് സത്യം. എന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ല. സ്നേഹത്തോടെ ബാബു.